വയനാട് ചുണ്ടലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ജീപ്പ് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി. പുത്തൂർ വയൽ സ്വദേശികളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട നവാസുമായി ഇവർക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഹോട്ടലിന് മുന്നിൽ കോഴിത്തല കുഴിച്ചിട്ട് കൂടോത്രം ചെയ്തു, അത് നവാസാണ് എന്ന് പ്രതികൾ സംശയിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ഡിവൈഎസ്പി പി ബിജുരാജ് വ്യക്തമാക്കി. ഇവർക്ക് പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിൽ രണ്ടുപേര് ജ്യേഷ്ഠനും അനിയനും അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡൻറ്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ സഹോദരങ്ങൾ മാത്രമാണോ ഈ കേസിൽ പ്രതികളാകുക, അതോ ഇവർക്ക് പിന്നിൽ ഇവർ നിയോഗിച്ച, ഇവർ ചുമതലപ്പെടുത്തിയ മറ്റാളുകൾ ഉണ്ടോ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. 2 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് തുടരന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ നവാസിൻ്റെ കടയും സ്റ്റേഷനറി കടയും ഇവരുടെ ഹോട്ടലും, ഈ പ്രതികളുടെ ഹോട്ടലും റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ്. അതായത് ചുണ്ടയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഇരുവശങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ. നേരത്തെ ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കഴിഞ്ഞ 30-ാം തീയതി പുലർച്ചെ ഒരു കൂടോത്രം നടന്നു എന്നുള്ളതാണ് ആരോപണം. അതുമായി ബന്ധപ്പെട്ടൊരു CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ ഈ കോഴിത്തലയും അതോടൊപ്പം തന്നെ മഞ്ഞളും പട്ടുമെല്ലാം തന്നെ വെക്കുന്ന തരത്തിലുള്ളൊരു ദൃശ്യം പുറത്തു വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഒരു പരാതിയുണ്ട്. ഈ സുൽഫിക്കർ എന്ന് പറയുന്ന ഈ 2 പ്രതികളുടെയും പിതാവിൻ്റെ പരാതി ഈ വൈത്തിരി സ്റ്റേഷനിൽ ഉണ്ട്. ഇതിനുശേഷം ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ള തരത്തിലാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം ഈ പ്രതികൾക്കുണ്ടായിരുന്നു. ഇതിൽ 2 പേരും സഹോദരങ്ങളാണ്. അതായത് ഈ സുമിൽ ഷാദും അതോടൊപ്പം തന്നെ അജിൻ ഷാദും. ഈ അജിൻ ഷാദാണ് ഈ വിവരങ്ങൾ, ഇദ്ദേഹത്തെ എവിടേക്കാണ് പോകുന്നത് നവാസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ട്രാക്ക് ചെയ്ത് നൽകിയത്, ഫോണിലൂടെ വിവരങ്ങൾ നൽകിയത്, ഈ സുമിൽ ഷാദിന് കൈമാറിയത് ഈ അജിൻ ഷാദ് എന്ന് പറയുന്ന സഹോദരനാണ്. ഇതിൻ്റെ ഭാഗമായാണ് 2 പേരെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അതായത് ചുണ്ടയിൽ നിന്ന് എസ്റ്റേറ്റ് റോഡ് വഴി പോകുന്ന ഭാഗത്തേക്ക് നേരെ വന്ന് ഈ ഥാർ ജീപ്പ് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയെ തുടർന്നാണ് നവാസിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ശരി സുർജിത്ത്, ഒരു വാഹനാപകടം എന്ന നിലയിൽ ആ ഒരു കേസായിരുന്നു. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചതോടെയാണ് അന്വേഷണം നടന്നത്. അതിലാണ് ഒരു കൊലപാതകമാണോ എന്ന വിവരം പുറത്തു വരുന്നത്. കൂടുതൽ ആളുകളുണ്ട്, ഈ സഹോദരങ്ങൾ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയവും ശക്തമാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.